ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമുക്കറിയാം നമ്മുടെ അസിസ്റ്റൻറ്റ് ടൈം കീപ്പറിൻ്റെ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് ഒരുവിധം എല്ലാവർക്കും വന്നു കഴിഞ്ഞു. അടുത്ത ചൊവ്വാഴ്ച നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ഒരു റിവിഷൻ എന്ന നിലയിൽ അത്യാവശ്യം പോയിൻറ്റ്സ്, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് ക്ലാസ്സുകളായിട്ട് ഞാൻ തരാമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിങ് ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത് ഇതിൽ ഒരുപാട് ക്ലാസ്സിൽ ഒരുപാട് പോയിൻറ്റ്സിൽ വളരെ കുറച്ചുള്ളൂ എന്ന്. കാരണം ഇത് എക്സാം തീരുന്ന വരെയുള്ള കണ്ടിന്യൂസ് ക്ലാസ് ആണ്. അതിൻ്റെ ഇടയിലാണ് ബയോളജി വരും, ചിലപ്പോൾ കെമിസ്ട്രി, ഫിസിക്സ്, അതുപോലെ GK ഒക്കെ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഞാൻ ഇതിൽ നോക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമുക്ക് അവർ തന്ന സിലബസ് ബേസിൽ ഞാൻ ക്ലാസ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇംഗ്ലണ്ട് ഭരിച്ച രാജവംശം അറിയപ്പെടുന്നത് സ്റ്റുവർട്ട് രാജവംശം എന്നാണ്. നമുക്കറിയാം എക്സാമിൽ ഇംഗ്ലണ്ട് ഭരിച്ചത്, റഷ്യ ഭരിച്ചത്, ചൈന ഭരിച്ചത് എന്ന് പറഞ്ഞിട്ട് രാജവംശങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. ഇംഗ്ലണ്ട് ഭരിച്ച രാജവംശം സ്റ്റുവർട്ട് രാജവംശമാണ്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെച്ച വർഷം 1628 ആണ്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1628 ആണ്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത്. ലോങ് പാർലമെന്റിൽ നേതൃത്വം നൽകിയ സേനാ നായകൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഒലിവർ ക്രോംവെൽ ആണ്. അപ്പം നമ്മൾ ഇപ്പോൾ പറയുന്നത് മുഴുവൻ ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അഥവാ രക്തരഹിത വിപ്ലവം നടന്ന വർഷം 1688 ആണ്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെച്ച ഇംഗ്ലീഷ് രാജാവ് ചാൾസ് ഒന്നാമനാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇംഗ്ലണ്ട് ഭരിച്ച രാജവംശം സ്റ്റുവർട്ട് രാജവംശം. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെച്ച വർഷം 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ലോങ് പാർലമെന്റിന് നേതൃത്വം നൽകിയ സേനാ നായകൻ ആരാണ്? ഒലിവർ ക്രോംവെൽ. ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം അഥവാ രക്തരഹിത വിപ്ലവം നടന്ന വർഷം 1688. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെച്ച ഇംഗ്ലീഷ് രാജാവ് ചാൾസ് ഒന്നാമൻ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് 1628, മഹത്തായ വിപ്ലവം അതായത് രക്തരഹിത വിപ്ലവം 1688. അടുത്തത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുൻപ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയ ഇംഗ്ലീഷുകാരൻ ആരാണ്? ജോൺ മിൽട്ടൺ ഹാൾ ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരണത്തിന് മുമ്പ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയ ഇംഗ്ലീഷുകാരൻ ജോൺ മിൽട്ടൺ ഹാൾ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം 1600 ഡിസംബർ 31. ഒന്നാം കർണാട്ടിക് യുദ്ധം നടന്ന വർഷം 1746 മുതൽ 1748 വരെയാണ്. ആ യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ മദ്രാസ് പിടിച്ചെടുത്തു. യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ഐസ്ല ചപ്പേൽ ഉടമ്പടി 1748. രണ്ടാം കർണാട്ടിക് യുദ്ധം നടന്നത് 1749 മുതൽ 1754 വരെയാണ്. ബ്രിട്ടീഷുകാർ ആർക്കോട്ട് പിടിച്ചെടുത്തു. യുദ്ധം അവസാനിക്കാനിടയായ ഉടമ്പടി പോണ്ടിച്ചേരി സന്ധിയാണ് 1754. 1754. കാരണം യുദ്ധം അവസാനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു സന്ധി കൊണ്ടാണ്. അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. മൂന്നാം കർണാട്ടിക് യുദ്ധം 1757 മുതൽ 1763 വരെ. ഫ്രഞ്ചുകാർ സെന്റ് ജോർജ് കോട്ട പിടിച്ചെടുത്തു. 1763 പാരീസ് ഉടമ്പടിയോടെ യുദ്ധം അവസാനിച്ചു. വാണ്ടിവാഷ് യുദ്ധത്തോടെ ഫ്രഞ്ചുകാർ മൊത്തത്തിലുള്ള അവരുടെ അധിനിവേശം, ഇന്ത്യയിലുള്ള അധിനിവേശം അവർക്ക് നഷ്ടമാവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധം 1746-48, ഐസ്ല ചപ്പേൽ ഉടമ്പടി 48. രണ്ടാം കർണാട്ടിക് യുദ്ധം 1749 മുതൽ 1754 വരെ. പോണ്ടിച്ചേരി സന്ധി 1754. മൂന്നാം കർണാട്ടിക് യുദ്ധം 1757 മുതൽ 1763 വരെ. പാരീസ് ഉടമ്പടിയോടെ അവസാനിച്ചു. അടുത്തത്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും, ക്ഷമിക്കുക. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ്. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. നമുക്കറിയാം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റേറ്റ് വാരി, മഹൽവാരി എന്നീ 3 ഭൂനികുതി വ്യവസ്ഥകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ നടപ്പിലാക്കിയത്. അപ്പം അത് ഏതൊക്കെ ഭാഗങ്ങളിലാണ്, ഇന്ത്യയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ അറിയണം. ബംഗാളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ആരാണ്? കോൺവാലിസ് 1793. റൈറ്റ് വാരി സമ്പ്രദായം ആവിഷ്കരിച്ചത് തോമസ് മൺറോ 1820. ബോംബെ ഡെക്കാൻ പ്രദേശങ്ങളിലാണ് ഈ ഭൂനികുതി നയം
നടപ്പിലാക്കിയത്. അപ്പോൾ റൈറ്റ് വാരി എവിടെയാണ്? ബോംബെ ഡെക്കാനിലാണ് 1820. മഹൽവാരി സമ്പ്രദായം ആദ്യമായി അവതരിപ്പിച്ചത് ഹോൾസ് മാക്കൻസി ആയിരുന്നു. എന്നാൽ അത് പിന്നീട് പരിഷ്കരിച്ചത് വില്യം ബെന്റിക് ആണ്. അപ്പോൾ വില്യം ബെന്റിക് 1833 വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ, അതുപോലെ ആഗ്ര, സെൻട്രൽ പ്രൊവിൻസ്, പഞ്ചാബ് പ്രദേശങ്ങളിലെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാളില്, റൈറ്റ് വാരി സമ്പ്രദായം ബോംബെ ഡെക്കാന്, മഹൽവാരി സമ്പ്രദായം വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ, പഞ്ചാബ്, ആഗ്ര, സെൻട്രൽ പ്രൊവിൻസ് അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ്. അപ്പൊ ആ 3 ഓർത്തു വെക്കുക. ആരൊക്കെയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്? കോൺവാലിസ്. റൈറ്റ് വാരി നടപ്പിലാക്കിയത് തോമസ് മൺറോ. മഹൽവാരിയുടെ പേരിൽ പരിഷ്കരിച്ചത് വില്യം ബെന്റിക് ആണ്. അടുത്തത്, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെ. 1857 ഏപ്രിൽ 8 അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ, 1857 ഏപ്രിൽ 8. ഇനി ഓരോ ഭാഗങ്ങളിൽ ഉള്ള നേതാക്കന്മാരെ നോക്കാം. ഡൽഹിയിൽ സമരത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ സഫർ ആണ്. ഡൽഹി, ബഹദൂർ ഷാ സഫർ. റാണി ലക്ഷ്മിബായി എവിടെയായിരുന്നു? ഝാൻസിയാണ്. റാണി ലക്ഷ്മിബായെ എതിർത്ത് തോൽപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഹ്യൂ ഗ്രോസ് ആണ്. ആരാണ്? ഹ്യൂ ഗ്രോസ് ആണ്. നാനാ സാഹിബ് കാൺപൂരാണ്. താന്തിയ തോപ്പി കാൺപൂരാണ്. അപ്പോൾ നാനാ സാഹിബ്, താന്തിയ തോപ്പി, കാൺപൂർ. ബീഗം ഹസ്രത് മഹൽ അവധ് ആണ്. കുൻവർ സിംഗ് ആര, മൗലവി അഹമ്മദുള്ള ഫൈസാബാദ്, ജനറൽ ഭക്ത് ഖാൻ ഡൽഹി. ഒന്നുകൂടെ നോക്കാം. ഡൽഹിയിൽ ബഹദൂർ ഷാ സഫർ ആയിരുന്നു. റാണി ലക്ഷ്മിബായി ഝാൻസി, നാനാ സാഹിബ് കാൺപൂർ, താന്തിയ തോപ്പി കാൺപൂർ, ബീഗം ഹസ്രത് മഹൽ അവധ്, കുൻവർ സിംഗ് ആര, മൗലവി അഹമ്മദുള്ള ഫൈസാബാദ്, ജനറൽ ഭക്ത് ഖാൻ ഡൽഹി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28 INC രൂപീകരിച്ചത് AO ഹ്യൂം ആണ്. രൂപം കൊണ്ട സ്ഥലം ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് ബോംബെയിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ 1901 കൽക്കത്ത സമ്മേളനമാണ്. 1907 സൂറത്ത് വിഭജനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിഞ്ഞത്. 1916 സമ്മേളനത്തിലാണ് ലക്നൗ സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും യോജിച്ചത്. അതായത് അവർ ലയിച്ചു എന്നോർക്കുക. അപ്പോൾ 1907 സൂറത്ത് വിഭജനം, മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിഞ്ഞു. 1916 ലയിച്ചു, മിതവാദികളും തീവ്രവാദികളും ലക്നൗ സമ്മേളനത്തിൽ ലയിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28. INC രൂപീകരിച്ചത് AO ഹ്യൂം. രൂപം കൊണ്ട സ്ഥലം ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് ബോംബെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി. രാജാറാം മോഹൻ റായ് ആത്മീയ സഭ രൂപീകരിച്ചത് 1815 ബ്രഹ്മസമാജം രൂപീകരിച്ചത് 1828 അപ്പോൾ രാജാറാം മോഹൻ റായുടെയാണ് ആത്മീയ സഭയും ബ്രഹ്മസമാജവും. ആത്മീയ സഭ രൂപീകരിച്ചത് 1815 ബ്രഹ്മസമാജം രൂപീകരിച്ചത് 1828 ആത്മറാം പാണ്ഡുരംഗ് രൂപീകരിച്ചതാണ് പ്രാർത്ഥനാ സമാജം 1867 എപ്പോഴാണ്? 1867 പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ് രൂപീകരിച്ചു. ജ്യോതി റാവു ഫൂലെ സത്യശോധക് സമാജം 1873 അപ്പൊ ജ്യോതി സത്യമേ പറയൂ എന്ന് ഓർത്തു വയ്ക്കുക. ജ്യോതിറാവു ഫൂലെ സത്യശോധക് സമാജം 1873. ദയാനന്ദ സരസ്വതി ആര്യ സമാജം 1875. സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ 1897 മെയ് 1. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ 1905. രാജാറാം മോഹൻ റായ് ആത്മീയ സഭ 1815. ബ്രഹ്മസമാജം 1828. രാജാറാം മോഹൻ റായ്. ആത്മറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജം 1867. ജ്യോതിറാവു ഫൂലെ സത്യശോധക് സമാജം 1873. ദയാനന്ദ സരസ്വതി ആര്യ സമാജം 1875. സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ 1897 മെയ് 1. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ 1905. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697 അഞ്ചുതെങ്ങ് കലാപം 1697. ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15. തിരുവിതാംകൂർ രാജവംശ സ്ഥാപകൻ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂർ രാജവംശ സ്ഥാപകൻ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ചാന്നാർ ലഹള നടന്നത് 1859 വൈകുണ്ഠസ്വാമികളാണ് ചാന്നാർ ലഹള. അപ്പൊ ചാന്നാർ ലഹള ആരാണെന്ന് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമികൾ 1859 മലയാളി മെമ്മോറിയൽ 1891 നേതാവ് ബാരിസ്റ്റർ GP പിള്ളയാണ്.
മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ള 1891. ഈഴവ മെമ്മോറിയൽ 1896 സെപ്റ്റംബർ 3 ഡോക്ടർ പൽപ്പുവാണ് നേതൃത്വം നൽകിയത്. കല്ലുമല സമരം നടന്നത് 1915 നേതൃത്വം നൽകിയത് അയ്യങ്കാളി. അപ്പോൾ അഞ്ചുതെങ്ങ് കലാപം 1697, ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15, തിരുവിതാംകൂർ രാജവംശ സ്ഥാപകൻ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ചാന്നാർ ലഹള നേതൃത്വം നൽകിയത് വൈകുണ്ഠ സ്വാമികൾ 1859. മലയാളി മെമ്മോറിയൽ 1891 ബാരിസ്റ്റർ GP പിള്ള. ഈഴവ മെമ്മോറിയൽ 1896 സെപ്റ്റംബർ 3 ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ. കല്ലുമല സമരം 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ. ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഭൂമിയുടെ ഉപരിതലത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഭൂമിയുടെ മധ്യത്തിലൂടെ കടന്നുപോകുന്ന അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഏറ്റവും വലിയ അക്ഷാംശ രേഖ, 0° അക്ഷാംശ രേഖ എന്നിവയെല്ലാം ഭൂമധ്യരേഖയാണ്. ഭൂമിയെ 2 ഗോളങ്ങളാക്കി വേർതിരിക്കുന്നതും ഈ ഭൂമധ്യരേഖ തന്നെയാണ്. ഏകദേശം 13 രാജ്യങ്ങളിലൂടെ ഭൂമധ്യരേഖ കടന്നു പോകുന്നു. ഏറ്റവും വലിയ രാജ്യം ബ്രസീലും ചെറുത് ഇന്തോനേഷ്യയുമാണ്. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടും ഇന്ത്യൻ തലസ്ഥാനം തിരുവനന്തപുരമാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഭൂമിയുടെ ഉപരിതലത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഭൂമിയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖകളാണ് ഭൂമധ്യരേഖ. ഏറ്റവും വലിയ അക്ഷാംശ രേഖ 0° അക്ഷാംശ രേഖയാണ്. ഭൂമിയെ 2 ഗോളങ്ങളാക്കി വേർതിരിക്കുന്ന രേഖയാണ് ഭൂമധ്യരേഖ. 13 രാജ്യങ്ങളിലൂടെ ഭൂമധ്യരേഖ കടന്നു പോകുന്നു. ഏറ്റവും വലിയ രാജ്യം ബ്രസീലും ചെറുത് ഇന്തോനേഷ്യയുമാണ്. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയുടെ തലസ്ഥാന നഗരം തിരുവനന്തപുരമാണ്. ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖയാണ് എന്ന് പറയുന്നത് രേഖാംശ രേഖ എന്ന് പറയുന്നത്. 0° രേഖാംശ രേഖയാണ് മാനക രേഖാംശം എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖകളെയാണ് എന്ന് പറയുന്നത് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മാനക രേഖാംശം 0° രേഖാംശ രേഖയാണ്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ഭൂവൽക്കം എന്നറിയപ്പെടുന്നത്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ഭൂവൽക്കം എന്നറിയപ്പെടുന്നത്. ഭൂവൽക്കമാണ് ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്നറിയപ്പെടുന്നത്. അപ്പൊ ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഭൂവൽക്കമാണ്. ഭൂവൽക്കം തന്നെ വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നീ 2 പേരുകളിലുണ്ട്. വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 30 കിലോമീറ്റർ ആണ്. അപ്പൊ വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി ഉയരം 30 കിലോമീറ്റർ ആണ്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഭാഗമാണ് ഭൂവൽക്കം എന്നറിയപ്പെടുന്നത്. ശിലകളുടെയും ധാതുക്കളുടെയും കലവറ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭൂവൽക്കമാണ്. ഭൂവൽക്കത്തിൽ തന്നെ സമുദ്ര ഭൂവൽക്കം, വൻകര ഭൂവൽക്കം എന്നിങ്ങനെ 2ആയി തരംതിരിക്കുന്നുണ്ട്. അതിൽ വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 30 കിലോമീറ്റർ ആണ്. ഭൂമിയിൽ ഭൂവൽക്കത്തിന്റെ താഴെ മുതൽ കാമ്പ് വരെ നീണ്ടു കിടക്കുന്ന പാളിയാണ് മാന്റിൽ എന്ന് പറയുന്നത്. അപ്പൊ ഭൂവൽക്കം ടു കാമ്പ് വരെയുള്ള ഭാഗത്തെയാണ് മാന്റിൽ എന്ന് പറയുന്നത്. ഈ മാന്റിലിനെ തന്നെ 3ആയി തരംതിരിക്കുന്നു: ഉപരിമാന്റിൽ, മധ്യമാന്റിൽ, കീഴ്മാന്റിൽ എന്നിങ്ങനെ. ഭൂവൽക്കവും ഉപരിമാന്റിലും ചേർന്നുള്ള ഭാഗം അറിയപ്പെടുന്നതാണ് ശിലാമണ്ഡലം. അപ്പോൾ ഭൂവൽക്കം, ഉപരിമാന്റിൽ ഇവ രണ്ടും ചേർന്ന് പറയുന്ന ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഭൂമിയുടെ പ്രതലത്തോടെ ഏറ്റവും ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ പ്രതലത്തോടെ ഏറ്റവും ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണിത്. അപ്പോൾ ഏത് അന്തരീക്ഷ മണ്ഡലത്തിലാണ് മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയവ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ കാണുന്നത് എന്ന് ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയർ ആണ്. ഭൂമിയുടെ പ്രതലത്തോടെ ഏറ്റവും ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഓസോൺ പാളി എവിടെ കാണപ്പെടുന്നത് ചോദിച്ചാൽ എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്ന ശിലകൾ ഏതൊക്കെയാണ്? ആഗ്നേയ ശിലകളാണ് പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത്. ഈ ശിലകളെ തന്നെയാണ് ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആഗ്നേയ ശിലകൾ എന്നറിയപ്പെടുന്നത്, ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ചോദിച്ചാൽ ആഗ്നേയ ശിലകളാണ്. പ്രാഥമിക ശിലകൾ എന്നും ഇവ അറിയപ്പെടുന്നത്. ഇവയ്ക്കുള്ള ചില ഉദാഹരണങ്ങളാണ് ഗ്രാനൈറ്റ്, ബസാൾട്ട് തുടങ്ങിയവ. ഗ്രാനൈറ്റ്, ബസാൾട്ട്. ശിലാതൈലം എന്നറിയപ്പെടുന്നത് എന്താണ് ചോദിച്ചാൽ അത് പെട്രോൾ ആണ്. ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോൾ ആണ്. അടുക്കുശിലകൾ എന്നറിയപ്പെടുന്നത് അവസാദ ശിലകളാണ്. അടുക്കുശിലകൾ അവസാദ ശിലകളാണ്. നിങ്ങൾ ഒരിക്കലും ടൈപ്പ് ചെയ്ത് നോക്കി പഠിക്കരുത്, കാരണം ടൈപ്പിംഗ് മിസ്റ്റേക്ക് വരും. അപ്പൊ ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോൾ ആണ്. അടുക്കുശിലകൾ എന്നറിയപ്പെടുന്നത് അവസാദ ശിലകളാണ്. അടുക്കുശിലകൾ എന്നറിയപ്പെടുന്നത് അവസാദ ശിലകളാണ്.
ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ ഏതാണെന്ന് ചോദിച്ചാൽ അവസാദ ശിലകളും, ഫോസിലുകൾ കാണപ്പെടാത്തത് ആഗ്നേയ ശിലകളുമാണ്. അവസാദ ശിലകൾക്ക് ഉദാഹരണം ചോക്ക്, ചുണ്ണാമ്പുകല്ല്, കൽക്കരി എന്നിവയാണ്. ഫോസിലുകൾ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ ചോക്ക്, ചുണ്ണാമ്പുകല്ല്, കൽക്കരി അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. മാർബിൾ, സ്ലേറ്റ് എന്നിവ ഏതാണെന്ന് ചോദിച്ചാൽ കായാന്തര ശിലകൾക്ക് ഉദാഹരണമാണ് മാർബിൾ, സ്ലേറ്റ് എന്നിവ. ഇന്ത്യയുടെ വടക്കേ അറ്റം ഏതാണ്? ഇന്ദിര കോളാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിര പോയിന്റ് ആണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു ആണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് അറ്റം ഗുഹാർ മോത്തിയാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിര കോൾ, ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിര പോയിന്റ്, ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി. മാനക രേഖാംശം 82.5 ഡിഗ്രി കിഴക്ക്. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖയാണ്. 23.5 ഡിഗ്രി വടക്കാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം ഏതാണെന്ന് ചോദിച്ചാൽ സിയാച്ചിനാണ്. സിന്ധു നദി ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ചില്ലാർ വനപ്രദേശത്ത് വെച്ചാണ്. സിന്ധു നദി ജല കരാർ ഒപ്പുവെച്ചത് 1960 സെപ്റ്റംബർ 19 ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അയ്യൂബ് ഖാനുമായിരുന്നു. അതിന് മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്കാണ്. അപ്പോൾ സിന്ധു നദി ജല കരാർ 1960 സെപ്റ്റംബർ 19 സിന്ധു നദി ജല കരാർ 1960 സെപ്റ്റംബർ 19 ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അയ്യൂബ് ഖാനും മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്കാണ്. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി ഏതാണ്? കോശിയാണ്. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിന് എക്കൽ മണ്ണാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി. ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങളാണ് 14, 19, 21 എന്നിവ. രാഷ്ട്രത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31 സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14 ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12 അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. സംസ്ഥാന, അതായത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11 ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സ്വീഡനാണ്. ഇന്ത്യയിൽ ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയം 2 വർഷം 11 മാസം 18 ദിവസമാണ്. അപ്പോൾ അല്ലെങ്കിൽ 17 ദിവസം എന്നും ചോദിക്കാൻ. ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയം 2 വർഷം 11 മാസം 18 ദിവസമാണ്. നമ്മുടെ ഭരണഘടന ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22 ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24. ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24 തന്നെയാണ്. ദേശീയ മുദ്രയെ അംഗീകരിച്ചത് 1950 ജനുവരി 26 അപ്പോൾ ദേശീയ പതാക 1947 ജൂലൈ 22, ദേശീയ ഗാനം 1950 ജനുവരി 26, ദേശീയ ഗീതം 1950 ജനുവരി 24, ദേശീയ മുദ്ര 1950 ജനുവരി 26 ദേശീയ നിയമദിനമായി ആഘോഷിക്കുന്നത് നവംബർ 26 ദേശീയ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നതും നവംബർ 26 ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 395 ആർട്ടിക്കിളും 8 പട്ടികയും 22 ഭാഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് സോരൻ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. അതിന്റെ ശുപാർശ പ്രകാരം സോരൻ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഈ 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് ഈ 42ാം ഭരണഘടനാ ഭേദഗതി മൂലമാണ്. അതുകൂടാതെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്ന 3 വാക്കുകൾ കൂടി കൂട്ടിച്ചേർത്ത് 42ാം ഭേദഗതി മൂലം തന്നെയാണ്. 5 വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അതുപോലെ 44ാം ഭേദഗതിയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ പറയുന്നത് എന്താണ്? സ്വത്തവകാശത്തെ മൗലികാവകാശത്തിന്റെ പട്ടികയിൽ നിന്ന് എടുത്തു മാറ്റിയത് 44ാം ഭേദഗതിയാണ്. കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 52ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. 73ാം ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത്. പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത്. പഞ്ചായത്ത് രാജ് ആക്ട് എന്നറിയപ്പെടുന്നതൊക്കെ 73ാം ഭരണഘടനാ ഭേദഗതിയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചാൽ 1950 ജനുവരി 25 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആർട്ടിക്കിൾ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയാണ്. അതുപോലെ യു പി എസ് സി രൂപീകൃതമായത് 1926 ഒക്ടോബർ 31 ലീ കമ്മീഷന്റെ ശുപാർശ പ്രകാരം
ഇന്ത്യയിൽ ആദ്യമായിട്ട് രൂപം കൊണ്ടത് 1926 ഒക്ടോബർ 1-നാണ്. UPSCയുടെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരനാണ് HK കൃപലാനി എന്ന് പറയുന്നത്. അപ്പോൾ UPSCയുടെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരനാണ് HK കൃപലാനിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനം പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിന്റെ പേര് ചോദിച്ചാൽ സൈലന്റ് വാലിയാണ്. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിന്റെ പേര് സൈലന്റ് വാലിയാണ്. അവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗം എന്ന് പറയുന്നത് സിംഹവാലൻ കുരങ്ങാണ്. അതുപോലെ ഇരവിക്കുളം നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ വരയാടാണ്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നടക്കുന്ന പ്രോജക്റ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ നീണ്ടകരയിലാണ്. എവിടെയാണ്? നീണ്ടകരയാണ്. അതുപോലെ സൈലന്റ് വാലി ദേശീയോദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം 1984 ആണ്. 1984 വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണ ജാഥ നയിച്ചത് ആരാണ് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ്. ആരുടെ നിർദ്ദേശപ്രകാരം? മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചത്. അതുപോലെ ഡോക്ടർ പൽപുവിന്റെ പുത്രനാണ് നടരാജ ഗുരു എന്ന് പറയുന്നത്. അദ്ദേഹമാണ് നാരായണ ഗുരുകുലം സ്ഥാപിച്ചത്. ആരാണ്? നാരായണ ഗുരുകുലം സ്ഥാപിച്ചത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ് ചോദിച്ചാൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്ക് ആണ്. ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ മൽഹോത്ര കമ്മിറ്റിയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി മൽഹോത്ര കമ്മിറ്റി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് ആണ്. ഇന്ത്യയിലെ ആദ്യ വിദേശ ബാങ്ക് ചാർട്ടേഡ് ബാങ്ക് ആണ്. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം തയ്യാറാക്കിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ D. ഉദയകുമാറാണ്. ₹1 കറൻസി നോട്ടിൽ ഒപ്പിടുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആണ്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജിയാണ്. സ്വരാജ് എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാണ്? അരവിന്ദ് കേജ്രിവാളാണ്. സ്വരാജ് എന്ന പുസ്തകത്തിന്റെ കർത്താവ് എന്ന് പറയുന്നത്. ആനന്ദമഠം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അൺഹാപ്പി ഇന്ത്യ എന്ന കൃതി ലാലാ ലജ്പത് റായിയാണ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ജവഹർലാൽ നെഹ്റു ആണ്. ഓർമ്മകളിലെ ഭ്രമണപഥങ്ങൾ എന്നത് ആരുടെ ആത്മകഥയാണ്? നമ്പി നാരായണന്റേതാണ്. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഓർമ്മയുടെ ഭ്രമണപഥങ്ങൾ ആരുടെ ആത്മകഥയാണെന്ന് പറഞ്ഞാൽ നമ്പി നാരായണന്റേതാണ്. ഓക്കെ, നമ്മൾ ഒരുപാട് നീണ്ടുപോലുള്ള ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇതിന്റെ തുടർച്ചയായി വീണ്ടും ക്ലാസ്സുകൾ ഉണ്ടാവും. എക്സാം തീരുന്നവരെ നമുക്ക് പരമാവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസ്സുകൾ ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും. ബൈ.